ഡിസംബർ 13-നാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. അല്ലുവിന്റെ ആരാധകരെ മാത്രമല്ല തെലുങ്ക് സിനിമാ ലോകത്തെ തന്നെ അമ്പരിപ്പിച്ച കാര്യമായിരുന്നു അത്. നടന്റെ കിടപ്പറയിലെത്തിയാണ് പോലീസ് അറസ്റ്റിന് മുതിർന്നത് എന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. അല്ലു തന്നെ ഇക്കാര്യം പോലീസിനോട് ചോദിക്കുന്ന വീഡിയോയും പ്രചരിച്ചിട്ടുണ്ട്. പുഷ്പ 2 പ്രദർശനത്തിനിടെ അല്ലു സന്ധ്യ എന്ന തിയേറ്ററിലെത്തുകയും തുടർന്നുണ്ടായ ആൾത്തിരക്കിനിടെ ഒരു യുവതി കൊല്ലപ്പെട്ടതുമാണ് താരത്തിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. അല്ലുവിനെ റിമാൻഡ് ചെയ്യാനായിരുന്നു കീഴ്ക്കോടതി ഉത്തരവ്. തുടർന്ന് താരകുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും ജാമ്യം നേടുകയും ചെയ്തു. എന്നാലും ഉത്തരവ് ലഭിച്ചില്ലെന്ന ന്യായം പറഞ്ഞ് ഒരു രാത്രിയാണ് അല്ലുവിനെ പോലീസ് ജയിലിൽ തന്നെ കിടത്തിയത്. എന്നാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെയാണ് നിലവിലെ കാര്യങ്ങളുടെ അവസ്ഥ. അല്ലു അർജുന്റെ അറസ്റ്റിന് ശേഷം പുഷ്പ 2വിന്റെ തിയേറ്റർ കളക്ഷൻ 70% ഉയർന്നുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇതുവരെ 1200 കോടി രൂപ സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അല്ലുവിന്റെ താരപ്രഭയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് ആരാധകർ പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് എല്ലാം PR സ്റ്റണ്ട് മാത്രമായിരുന്നു എന്നാണ്. അല്ലു അർജുനൊപ്പം നായികയായി എത്തുന്നത് രശ്മിക മന്ദാനയാണ്. ഫഹദ് ഫാസിൽ, സുനിൽ, അനസൂയ ഭരദ്വാജ് എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അതേസമയം പുഷ്പ 2 സിനിമാ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബാലന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന നടൻ അല്ലു അർജുൻ. തിരക്കിൽപ്പെട്ട് ശ്രീമരിച്ച സംഭവത്തിൽ ജാമ്യം ലഭിച്ചത് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ആഘോഷമാക്കിയതിന് വിമർശനം നേരിടുന്നതിനിടെയാണ് നടന്റെ ഈ പ്രസ്താവന. കുട്ടിയുടെ ആരോഗ്യനിലയിൽ കടുത്ത ആശങ്കയുണ്ടെന്നും എന്നാൽ കുട്ടിയുടെ അമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുള്ളതിനാൽ കുഞ്ഞിനെ നേരിട്ട് സന്ദർശിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും സമൂഹമാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ അല്ലു വ്യക്തമാക്കി. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ശ്രീ തേജിനെ കുറിച്ച് വലിയ ആശങ്കയിലാണ് ഞാൻ. നിലവിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ ഇപ്പോൾ കുഞ്ഞിനെയും അവന്റെ കുടുംബത്തെയും കാണാനാവില്ല എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. എന്റെ പ്രാർത്ഥനകൾ അവർക്കൊപ്പമുണ്ട്. ചികിത്സാപരമായും കുടുംബത്തിന് വേണ്ടിയുള്ള ചെലവുകൾ ഏറ്റെടുക്കുകയെന്ന ഉത്തരവാദി താനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാൻ ഇന്ത്യൻ ചിത്രമായ പുഷ്പ 2 ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയിലെ സമീപകാല കളക്ഷൻ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. സിനിമയ്ക്ക് തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിൽ പോലും ഇതൊന്നും ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം തിയേറ്ററുകളിലെത്തി 12 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷൻ 1500 കോടിയിലേക്ക് കുതിക്കുകയാണ്. പുഷ്പയുടെ തെലുങ്ക് പതിപ്പിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്നത് ഹിന്ദി പതിപ്പാണ്. പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ 350 കോടിയോളം രൂപയായിരുന്നു നേടിയിരുന്നത്. ഈ തുക 2 ദിവസം കൊണ്ട് പുഷ്പ 2 മറികടന്നിരുന്നു. ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ 294 കോടിയായിരുന്നു നേടിയത്. ഇതും റെക്കോർഡായിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. E4 എന്റർടൈൻമെന്റ്സ് ആണ് പുഷ്പ 2 കേരളത്തിലെത്തിച്ചത്. അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സുനിൽ, ഫഹദ് ഫാസിൽ, അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ തെലുങ്ക് നടനായ അല്ലു അർജുൻ തെലുങ്ക് നടൻ എന്ന രീതിയിലല്ല മലയാളികൾക്ക് മുന്നിൽ സുപരിചിതനായിരിക്കുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം എന്ന രീതിയിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരാളായി അല്ലു അർജുനെ ജനം സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പുഷ്പ 2 കേരളത്തിൽ ഇത്രയും ജനസ്വീകാര്യത നേടിയതും. ഇതൊക്കെ കൊണ്ട് തന്നെ അല്ലു അർജുൻ റിമാൻഡിലായതും ജയിലിലായതുമൊക്കെ ഏറെ അമ്പരപ്പോടെ തന്നെയാണ് കേരള ജനതയും കേട്ടുനിന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.